25 ലക്ഷം ഉണ്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കിക്കോളൂ. ஊட்டி பட்டண போட்டு கட்டண சொன்னா வாடா, ஊட்டி பட்டண போட்டு கட்டண சொன்னா வாடா, டக்கட டக்கு டக்கு ஊட்டி பட்டண போட்டு கட்டண சொன்னா வாடா. നിനക്ക് നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണല്ലേ. നിന്നെ അടിച്ച ശുക്രനല്ല, ഞാനാണ്. നീ എന്താ കരുതിയത്? നിന്നെ കേടിയാക്കിയത് ഞാനാണ്. പക്ഷേ ഞാൻ ജനിച്ചതേ കേടിയായിട്ട്. മനസ്സിലായോ? ഞാൻ സംസാരിച്ചതൊക്കെ നീ റെക്കോർഡ് ചെയ്ത് പുറത്താക്കുമല്ലേ? ഇനി നിന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് എങ്ങനെ പുറത്താക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ ഇത്? നിങ്ങളുടെ മാഡം എന്നെ പറ്റി എന്താ വിചാരിച്ചു കൂട്ടിയിരിക്കുന്നത്? അരവിന്ദിന്റെ പണം കണ്ടോണ്ടല്ല ഞാൻ അരവിന്ദിനെ സ്നേഹിച്ചത്. എനിക്ക് ആരുടെ 5 പൈസ വേണ്ട. ഞാൻ അങ്ങനത്തെ പെണ്ണുമല്ല. പ്ലീസ്, ഇത് വാങ്ങണം. നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വീടിന്റെ പത്രവും 5 ലക്ഷം രൂപയുടെ ചെക്കുവാ. എടുത്തോണ്ട് പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. ഇത്രയും പണം കാണുമ്പോ നിങ്ങളുടെ മാഡം പറയുന്നത് പോലൊക്കെ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. ഇങ്ങനെയൊക്കെ അവര് ചെയ്യുമ്പോഴാ ഇതുവരെ ഇല്ലാത്തത്ര സ്നേഹം അരവിന്ദിനോട് എനിക്ക് തോന്നുന്നത്. ഇത് കൊണ്ടുപോയി നിങ്ങളുടെ മാഡത്തിന്റെ അടുത്ത് കൊടുത്തേക്ക്. എനിക്കതൊന്നും അറിയില്ല. ഇതിവിടെ കൊണ്ടുതരാൻ നിഷ മാഡം പറഞ്ഞു, ഞാൻ ചെയ്തു. ഓർഡർ ഒബേ ചെയ്യാൻ മാത്രമേ എനിക്കറിയാവൂ. തിരിച്ചു കൊടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. പ്ലീസ്. എവിടെ പോയി അരവിന്ദ്? ഹലോ ഹലോ, ഞാൻ മദനാണ്. ഹലോ, എന്താ നിനക്ക് വേണ്ടത്? ദയവ് ചെയ്ത് ഫോൺ വെക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കണം, പ്ലീസ്. ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന നിന്റെ സുഹൃത്തിന്റെ അവസാനത്തെ ആഗ്രഹമാണ്. പ്ലീസ്. ഞാൻ നിന്നോട് കാണിച്ച തെറ്റിന് എനിക്ക് കടുത്ത ശിക്ഷ കിട്ടി. ഇനി കുറച്ച് നിമിഷം കൂടിയേ ഞാൻ ജീവിക്കൂ. അതിനു മുമ്പ് എനിക്ക് നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. നിഷേ, നിന്റെ കൂടെ തന്നെ ഒരു കൊലയാളിയുണ്ട്. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് നിഷേ. നിന്നെ കൊല്ലാനായി അരവിന്ദ് ഒരുക്കിയ പ്ലാന് എന്നെ ഒരു കരുവാക്കി. പണത്തിന് ആർത്തിപ്പെട്ട് അതിന് ഞാനും സമ്മതിച്ചു.
ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഇതെങ്കിലും എനിക്ക് ചെയ്യണം. എനിക്ക് ദൈവം കുറച്ചു നേരം കൂടി ജീവൻ തന്നിരുന്നെങ്കിൽ. മദൻ, മദൻ, മദൻ. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറയേ. ഒരു കൈക്കുഞ്ഞിനെ പോലെയല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. അതിന് നീ തന്ന പ്രതിഫലമാണോ ഇത്? നിനക്കെന്നെ കൊല്ലണോ അല്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. നീ ഇനിയൊന്നും പറയണ്ട. നീ പറയുന്നൊന്നും ഞാൻ ഇനി വിശ്വസിക്കില്ല. മദൻ എല്ലാം എന്നോട് പറഞ്ഞു. നിന്നെ വിടില്ല ഞാൻ വിടില്ല. ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു. നിഷേ പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. നിന്നെ കൊല്ലാൻ ഞാൻ പ്ലാൻ ചെയ്തെന്നോ? ആ മദൻ നിന്നെ കളിപ്പിക്കാനായി പറഞ്ഞതായിരിക്കും. എന്റെ അടുത്തേക്ക് വരരുത്. മദൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങളൊരു മൃഗമാണ്. മദനെ നിങ്ങൾ കൊന്നില്ലേ? പക്ഷെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. എന്നെ കൊല്ലാനായി നിങ്ങൾ പ്ലാൻ ചെയ്ത വിവരം മദൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയാം. ഓ, അത്രയൊക്കെ കാര്യങ്ങൾ അവൻ പറഞ്ഞോ? ഞാൻ ഇനി വെറുതെ വായിട്ട് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. നീ എന്തിനാ ഇനി കഷ്ടപ്പെട്ട കാസറ്റ് എടുക്കാനൊക്കെ പോകുന്നത്? അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാനാണ് നിന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. എന്റെ വളർച്ചയ്ക്ക് കാരണം നീയാണെന്ന് നീ നാട് മുഴുവൻ പ്രസംഗിച്ചു നടന്നില്ലേ? എല്ലാവരുടെ മുമ്പിലും നീ എന്നെ കൊച്ചാക്കിയില്ലേ? അതിനുള്ള ശിക്ഷയാണ്. എന്റെ വളർച്ചയില് ഇനി എനിക്കൊരു പങ്കാളിയെ വേണ്ട. കുറച്ചു ദിവസം കൂടി നീ ജീവിച്ചു കാണാൻ ആശിച്ചത് എന്റെ തെറ്റ്. ആത്മാർത്ഥ സുഹൃത്തിന്റെ കൂടെ തന്നെ മേലേക്ക് പോകണമെന്ന് തീരുമാനിച്ച പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിന്നെ ഞാൻ വെറുതെ വിടില്ല. You must die. അങ്ങനെ അങ്ങ് തീരുമാനിക്കാതെ പെണ്ണെ. ഒരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഇക്കാര്യം ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്യണമെന്ന് കരുതിയതേയല്ല. ബ്ലഡി ഒബ്ലിഗേഷൻസ്. പക്ഷേ നീ തന്നെ അതിനുള്ള വഴിയൊരുക്കിയില്ലേ? ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇനിയുള്ള അരവിന്ദന്റെ ഉയർച്ചയ്ക്ക് അരവിന്ദ് മാത്രം മതി. Your game is over. നിന്റെ കളികളൊക്കെ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ച് നിന്നെ ഒരുപാട് സ്നേഹിച്ച് നിന്നെ ഈ നിലയിലാക്കിയ നിന്റെ ഭാര്യയെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കൊല്ലാൻ ഒരുങ്ങിയ നീ എന്നെ പോലുള്ളവരെ കൊല്ലാൻ ഒരു നൊടിയിട പോലും ആലോചിക്കില്ല. നിന്നെ പോലെ ഒരുത്തൻ ഈ ലോകത്തിന് ജീവിച്ചിരിക്കാൻ പാടില്ല. ഗുഡ് ബൈ അരവിന്ദ്.